പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, +2 കൊമേഴ്സ് വിദ്യാർത്ഥികളുടെ ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്ന അവരുടെ പാഠ്യഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. നമ്മൾ ഈ വീഡിയോയിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ദി മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ മുഹമ്മദ് ബഷീർ, കോഴിക്കോട് ഹിമായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ കൊമേഴ്സ് അധ്യാപകനാണ്. നമുക്ക് ഈ ചാപ്റ്ററിൽ പ്രധാനമായും ഡിസ്കസ് ചെയ്യാനുള്ള പാഠ്യഭാഗങ്ങൾ ഒന്ന് പറഞ്ഞതിന് ശേഷം ഓരോ സ്ലൈഡുകളായി നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ആദ്യമായി നമ്മുടെ ഈ ചാപ്റ്ററിൽ നേച്ചർ ഓഫ് ദി പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നുള്ള ഭാഗമാണ് നമുക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ ഭാഗം സിഗ്നിഫിക്കൻസ് ഓഫ് ദി പ്രിൻസിപ്പിൾസ് ഓഫ് ദി മാനേജ്മെൻ്റ് ആണ് രണ്ടാമത്തെ ടോപ്പിക്ക്. മൂന്നാമത്തത് FW ടൈലറുടെ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് ആണ്. നാലാമതായി ഹെൻറി ഫയോളിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. അഞ്ചാമതായി ഹെൻറി ഫയോളും FW ടൈലറും അവരുടെ പ്രിൻസിപ്പിൾസ് തമ്മിലുള്ള ഒരു കമ്പാരിസണുമാണ് നമുക്ക് ഈ വീഡിയോയിൽ ചെയ്യാനുള്ളത്. ഓരോന്നായി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തേത് നേച്ചർ ഓഫ് ദി പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ അത് എന്താണ് എന്നുള്ളതിനെപ്പറ്റി ഒരു ധാരണ ആദ്യം നമ്മൾ ഉണ്ടാക്കണം. എന്താ നേച്ചർ ഓഫ് ദി പ്രിൻസിപ്പിൾസ് ഓഫ് ദി മാനേജ്മെൻറ്റ്? പ്രിൻസിപ്പിൾസ് ഓഫ് ദി മാനേജ്മെൻറ്റിൻ്റെ നേച്ചർ എന്താണ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി. എന്താണ് യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി? മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് യൂണിവേഴ്സലി അപ്ലിക്കബിൾ ആണ്. ഫസ്റ്റ് പോയിൻ്റ്, യൂണിവേഴ്സലി അപ്ലിക്കബിൾ ആണ് എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പ് ഓർഗനൈസേഷനിലും നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഹാവ് യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ഇൻ ഓൾ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ. ഏത് ടൈപ്പ് സ്ഥാപനങ്ങളിലും നമുക്ക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റിലേക്ക് നോക്കാം. എന്താണ്? മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആർ ജനറൽ ഗൈഡ് ലൈൻസ്. അല്ലേ, മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ജനറലായിട്ടുള്ള ഗൈഡ് ലൈൻസ് ആണ്. എന്തിനു വേണ്ടിയുള്ള? ഫോർ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ആക്ഷൻ. അപ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി, മാനേജേഴ്സിന് തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയുള്ള ജനറൽ ഗൈഡ് ലൈൻസ് ആണ് യഥാർത്ഥത്തിൽ എന്തെന്ന് പറയുന്നത് ഈ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. നമുക്ക് മൂന്നാമത്തെ പോയിന്റിലേക്ക് പോവാം. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആർ ഫോംഡ് ബൈ പ്രാക്ടീസ് ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ. മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ് ഒക്കെ തന്നെ ഫോം ചെയ്തിട്ടുള്ളത്, അത് ഓരോന്നോരോന്നായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടീസിലൂടെയും അതോടൊപ്പം തന്നെ ഒബ്സർവേഷനിലൂടെയും അതോടൊപ്പം തന്നെ എക്സ്പെരിമെൻറ്റേഷനിലൂടെയും ഒക്കെയാണ്. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആർ ഡെവലപ്ഡ് ബൈ കണ്ടിന്യൂസ് പ്രാക്ടീസ്, കണ്ടിന്യൂസ് ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. നാലാമത്തെ പോയിന്റിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ്? മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഫ്ലെക്സിബിളാണ്. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഫ്ലെക്സിബിളാണ്. ദ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ആർ നോട്ട് റിജിഡ് എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് റിജിഡ് അല്ല. അത് നമുക്ക് സന്ദർഭത്തിനനുസരിച്ച് ഓരോ സ്ഥാപനത്തിൻ്റെ സിറ്റുവേഷനനുസരിച്ചൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്താണെന്ന് പറയാൻ കാരണം, ഫ്ലെക്സിബിളാണ് എന്ന് പറയാൻ കാരണം. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എയിംസ് അറ്റ് ഇൻഫ്ലുവൻസിങ് ഹ്യൂമൻ ബിഹേവിയർ. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എയിംസ് അറ്റ് ഇൻഫ്ലുവൻസിങ് ഹ്യൂമൻ ബിഹേവിയർ. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ എപ്പോഴും എയിം ചെയ്യുന്നത് ഹ്യൂമൻ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളതിനെയാണ്. അപ്പോൾ ഇതും ഒരു വളരെ പ്രധാനപ്പെട്ട നേച്ചർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന നേരം പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ആറാമത്തെയും അവസാനത്തെയും പോയിന്റിലേക്ക് നമുക്ക് പോവാം. എന്താണ്? മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് principles of management established the relation between the cause and effect
അതായത് കാരണ ബന്ധം എന്ന് നമ്മളതിന് പറയും. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൽ എപ്പോഴും നമുക്ക് കാര്യകാരണ ബന്ധം കാണാനായിട്ട് സാധിക്കും. അതിനെയാണ് നമ്മൾ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും നേച്ചർ എന്നുള്ള ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പോയിൻറ്റ്സ് 6 പോയിൻറ്റ്സാണ്. യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി, ജനറൽ ഗൈഡ് ലൈൻസ് ഫോംഡ് ബൈ പ്രാക്ടീസ്, ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ. Then management principles are flexible. Management principles aims at influencing human behavior. Then cause and effect relationship. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. എന്താണ് അടുത്ത ടോപ്പിക്ക്? സിഗ്നിഫിക്കൻസ് ഓഫ് ദി പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൻ്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ് അല്ലേ? ഇതിലെ ആദ്യത്തെ പോയിന്റ് നമുക്ക് നോക്കാം, ഇൻക്രീസ് എഫിഷ്യൻസി. അപ്പോൾ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് നമ്മൾ കൃത്യമായിട്ട് അപ്ലൈ ചെയ്താൽ അല്ലേ, അങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. ഇൻക്രീസസ് എഫിഷ്യൻസി. ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് പ്രൊവൈഡ്സ് ഗൈഡ് ലൈൻസ് ടു ദ മാനേജേഴ്സ് ഫോർ ഹാൻഡ്ലിംഗ് ഇഫക്റ്റീവ്ലി ദ കോംപ്ലക്സ് പ്രോബ്ലംസ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഒക്കെ തന്നെ ഫോളോ ചെയ്തുകൊണ്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ തന്നെ മാനേജേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്ത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ എഫിഷ്യൻസി എന്ത് ചെയ്യിക്കാനായിട്ട് പറ്റും? ഇൻക്രീസ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. രണ്ടാമത്തെ പോയിന്റിലേക്ക് നമുക്ക് ഒന്നാം നോക്കാം. ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ദി റിസോഴ്സസ്, മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് ദി റിസോഴ്സസ്. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഹെൽപ്പ്, അങ്ങനെ പറയാം. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് മാനേജേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നു. എന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു? ഫോർ ദി മാക്സിമം യൂട്ടിലൈസേഷൻ, ഫോർ ദി ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ദി ഓൾ റിസോഴ്സസ്, ഫിസിക്കൽ റിസോഴ്സസ്, ഫിനാൻഷ്യൽ റിസോഴ്സസ്, ഹ്യൂമൻ റിസോഴ്സസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ റിസോഴ്സസിനെ പല ടൈപ്പായിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ റിസോഴ്സസിനെയും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഒപ്റ്റിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ഈ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. മൂന്നാമതായിട്ട് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൻ്റെ സിഗ്നിഫിക്കൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ എന്താണ്? സയൻറ്റിഫിക് ഡെസിഷൻ. മാനേജേഴ്സ് ക്യാൻ ടേക്ക് സയൻറ്റിഫിക് ഡെസിഷൻ. അപ്പോൾ മാനേജേഴ്സിനോട് എന്തെടുക്കാൻ പറ്റും? സയൻറ്റിഫിക് ആയിട്ടുള്ള തീരുമാനങ്ങൾ, ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡൊന്നും അല്ലാതെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഡെസിഷൻസ് എടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ മൂന്നാമത്തെ സിഗ്നിഫിക്കൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ മൂന്നാമതായിട്ട് നമുക്ക് പറയാനുള്ള പോയിന്റ്. നാലാമത്തെ നോക്കാം, മീറ്റിംഗ് ദ ചേഞ്ചിങ് എൻവയോൺമെൻറ്റൽ റിക്വയർമെൻറ്റ്സ്. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചേഞ്ചിങ് ആണ് അല്ലേ? എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ചേഞ്ചിങ് ആണ്. അങ്ങനെ ചേഞ്ചിങ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ എപ്പോഴും ഈ പ്രിൻസിപ്പിൾസ് ആരെ ഹെൽപ്പ് ചെയ്യും? മാനേജേഴ്സിനെ ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ നമുക്ക് സാമൂഹിക പ്രതിബദ്ധത, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, മാനേജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സാമൂഹികമായ പ്രതിബദ്ധത അല്ലെങ്കിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഒരു ബിസിനസ്സിനെ അല്ലെങ്കിൽ ഒരു മാനേജറെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് 5 പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ആണ്. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യിക്കാനായിട്ട് പറ്റും. ഇൻക്രീസ് എഫിഷ്യൻസി. നമ്മുടെ റിസോഴ്സസ് ഒക്കെ തന്നെ ഒപ്റ്റിമം യൂട്ടിലൈസ് ചെയ്യിക്കാനായിട്ട് പറ്റും. ഒപ്റ്റിമം അല്ലെങ്കിൽ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ദെൻ മാനേജേഴ്സ് ക്യാൻ ടേക്ക് സയൻറ്റിഫിക് ഡെസിഷൻ. മാനേജേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? സയൻറ്റിഫിക് ആയിട്ടുള്ള ഡെസിഷൻസ് എടുക്കാൻ പറ്റും. ദെൻ ഫോർ മീറ്റിംഗ് ദ ചേഞ്ചിങ് എൻവയോൺമെൻറ്റൽ റിക്വയർമെൻറ്റ്സ്, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സിൻ്റെ എൻവയോൺമെൻറ്റിലുള്ള മാറ്റങ്ങൾക്കനുസൃതമായി ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി, ആ ചേഞ്ചസ് ഒക്കെ തന്നെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഹെൽപ്പ് ചെയ്യും. ദെൻ ഫുൾഫില്ലിംഗ് ദ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സാമൂഹികമായ പ്രതിബദ്ധത അത് എന്ത് ചെയ്യാനായിട്ട്? ഫുൾഫിൽ ചെയ്യാനായിട്ട് മാനേജേഴ്സിനെ അല്ലെങ്കിൽ ബിസിനസ്സിനെ ഇത് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ സിഗ്നിഫിക്കൻസ് ഓഫ് ദി പ്രിൻസിപ്പിൾസ് ഓഫ് ദി മാനേജ്മെൻറ്റ് എന്ന ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമ്മൾ ടൈലേഴ്സ് സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ്. നമുക്കറിയാം, ഫെഡറിക് വിൻസ്ലോ ടൈലർ അല്ലെങ്കിൽ FW ടൈലർ എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് തിങ്കർ, അദ്ദേഹം 1856 to 1915 ആ പീരിയഡിലാണ്, ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ നമ്മളെന്ന് വിളിക്കുന്നു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. അപ്പോൾ പലപ്പോഴും മൺവേർഡൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്, ഈ ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് FW ടൈലറാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർത്ത് വെക്കുക. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ബുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1911.
ഏത് വർഷമാണ് അത് പബ്ലിഷ് ചെയ്തതെന്നൊക്കെയുള്ള ഇയറും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ ഇദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് 2 ഭാഗമായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ ടെക്നിക്സ് ഓഫ് ദി സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. പ്രധാനമായിട്ടും നമുക്ക് 4 പ്രിൻസിപ്പിൾസാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, അതിൽ 4 പ്രിൻസിപ്പിൾസും ബാക്കി ടെക്നിക്സ് എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ +2 ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ തന്നെ പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് വായിക്കുന്ന സമയത്ത് FW ടൈലർ എന്ന് പറയുമ്പോഴത്തേക്ക് അത് എഴുതാൻ പോവാതെ കൃത്യമായിട്ട് ചോദിച്ചത് പ്രിൻസിപ്പിൾസ് ആണോ, പ്രിൻസിപ്പിൾസ് ആണ് ചോദിച്ചതെങ്കിൽ ഈ 4 പോയിന്റുകളാണ് നമ്മൾ എഴുതേണ്ടത്. ഇനി അതല്ല ചോദിച്ചിരിക്കുന്നത് ടെക്നിക്സ് ആണെങ്കിൽ അവിടെ വരാവുന്ന, അല്ലെങ്കിൽ അവിടെ നമ്മൾ ഇനി അടുത്ത സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആ ടെക്നിക്സ് ആയിരിക്കണം അവിടെ എഴുതേണ്ടത്. അപ്പോൾ ടെക്നിക്സ് മാത്രം ചോദിച്ചാൽ അവിടെ പ്രിൻസിപ്പിൾസ് എഴുതി സമയം കളയേണ്ടതില്ല. പ്രിൻസിപ്പിൾസ് ചോദിച്ചാൽ പിന്നെ ടെക്നിക്സ് എഴുതി സമയം കളയേണ്ടതില്ല. രണ്ടും കൂടെ ചോദിച്ചാൽ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് മൊത്തത്തിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ മാത്രമേ ഇത് രണ്ടും എഴുതേണ്ടതുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തൊക്കെ പ്രിൻസിപ്പിൾസാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിനുള്ളത്. ഒന്നാമതായിട്ട് എന്താണ്, സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ് എന്നുള്ളതാണ്. നമുക്കറിയാം പല മാനേജേഴ്സും പണ്ട് കാലങ്ങളിൽ അല്ലേ, ആ സമയങ്ങളിലൊക്കെ തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരിക്കുന്നത് ഒരു റൂൾ ഓഫ് തമ്പ് എന്നുള്ള രീതിയിലാണ്. ഒരു മർക്കിട മുഷ്ടി എന്നൊക്കെ പറയാറില്ലേ, ഒരു ശക്തമായ തീരുമാനം എടുക്കും, അതിൻ്റെ കാര്യങ്ങൾ എന്തായിരുന്നാലും കുഴപ്പമില്ല, അത് ഞാൻ പറഞ്ഞത് അങ്ങ് അനുസരിക്കുക എന്നുള്ള രീതിയിലായിരുന്നു അന്ന് കാര്യങ്ങൾ ചെയ്തിരുന്നത്. അത് മാറി ഒരു സയൻറ്റിഫിക്കായിട്ടുള്ള സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ് എന്നാണ്. അവിടെ ഓരോ പ്രശ്നങ്ങളെയും നമ്മൾ അഭിമുഖീകരിക്കുന്ന സമയത്ത് അതെന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതില്ലാതാക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സയൻറ്റിഫിക്കായിട്ട് അതിനെ അപ്രോച്ച് ചെയ്യുകയും ആ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്ന രീതിയിൽ ഒരു മാറ്റം ഉണ്ടാവണം എന്ന് നമ്മുടെ ലോകത്തോട് ആദ്യം ഈ കാര്യം വിളിച്ചു പറഞ്ഞത് ഒരു എന്താ പറയുക, മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രിൻസിപ്പിളായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് FW ടൈലറാണ്. അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിളാണ് എന്ത്, സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ പോയിന്റിലേക്ക് നമുക്ക് വന്നാൽ എന്താ, ഹാർമണി നോട്ട് ഡിസ്കോർഡ് എന്നാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഹാർമണിയെക്കുറിച്ചാണ് ഈ പ്രിൻസിപ്പിൾ പ്രകാരം, ആസ് പെർ ദിസ് പ്രിൻസിപ്പിൾ ദർ ഷുഡ് ബി എ കംപ്ലീറ്റ് ഹാർമണി ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് ആൻഡ് വർക്കേഴ്സ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ മാനേജ്മെൻറ്റും വർക്കേഴ്സ് തമ്മിൽ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ഹാർമണി, ഒരു സൗഹൃദം അല്ലെങ്കിൽ സൗഹാർദ്ദം നിലനിൽക്കണം എന്നാണ് ഇവിടെ ഈ പ്രിൻസിപ്പിൾസിലൂടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രിൻസിപ്പിളിലൂടെ FW ടൈലർ ഇവിടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. അതേപോലെയുള്ള മറ്റൊരു പ്രിൻസിപ്പിൾ തന്നെയാണ് മൂന്നാമത്തതും. എന്താ, കോഓപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം. അവിടെയും ദർ ഷുഡ് ബി എ കംപ്ലീറ്റ് കോപ്പറേഷൻ ബിറ്റ്വീൻ ലേബർ ആൻഡ് മാനേജ്മെൻറ്റ് എന്ന്. ലേബേഴ്സും മാനേജ്മെൻറ്റും തമ്മിൽ ഏറ്റവും നല്ല ബന്ധം, ദർ മസ്റ്റ് ബി എ കംപ്ലീറ്റ് കോപ്പറേഷൻ ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് ആൻഡ് ലേബറേഴ്സ്. മാനേജ്മെൻറ്റും ലേബറേഴ്സും തമ്മിൽ നല്ലൊരു ബന്ധം നിലനിൽക്കണം, നല്ലൊരു സഹകരണ മനോഭാവം നിലനിൽക്കണം എന്നാണ് മൂന്നാമത്തെ പോയിന്റിലും പറയുന്നത്. നാലാമത്തെ പോയിന്റ് നോക്കൂ, ഡെവലപ്മെൻറ്റ് ഓഫ് ഈച്ച് ആൻഡ് എവരി പേഴ്സൺ ടു ഹിസ് ഓർ ഹെർ ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി ആൻഡ് പ്രോസ്പെരിറ്റി എന്ന. ഓരോരുത്തരുടെയും, അവിടെയുള്ള ഓരോ വർക്കേഴ്സിൻ്റെയും എഫിഷ്യൻസിയും പ്രോസ്പെരിറ്റിയിലൂടെയുമാണ് ആ സ്ഥാപനത്തിന് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാകുക എന്നുള്ളത്. ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ എഫിഷ്യൻസി ആൻഡ് പ്രോസ്പെരിറ്റി ഓഫ് ദി എംപ്ലോയീസ് എന്ന. അവിടെ ആ പോയിന്റ് ശ്രദ്ധിക്കുക, എന്താ, ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്, ഒരു ഓർഗനൈസേഷൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്, ഓർഗനൈസേഷൻ ഡിപ്പെൻഡ്സ് ഓൺ, അത് എപ്പോഴും എന്തിനെ ആശ്രയിച്ചിരിക്കും, എഫിഷ്യൻസി ആൻഡ് അല്ലേ, അവിടുത്തെ എംപ്ലോയീസ് എത്രത്തോളം എഫിഷ്യൻ്റാണ്, അവിടുത്തെ എംപ്ലോയീസ് എത്രത്തോളം ഇഫക്റ്റീവാണ്, അല്ലെങ്കിൽ പ്രോസ്പെരിറ്റി ഓഫ് ദി എംപ്ലോയീസ്, ആ എംപ്ലോയീസിൻ്റെ എഫിഷ്യൻസിയും പ്രോസ്പെരിറ്റിയും അനുസരിച്ചായിരിക്കും ആ സ്ഥാപനത്തിൻ്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നാണ് ഈ പ്രിൻസിപ്പിൾസിലൂടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ ഒരു പോയിന്റിലൂടെ, ഈ പ്രിൻസിപ്പിളിലൂടെ FW ടൈലർ നമ്മളോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും 4 പ്രിൻസിപ്പിൾസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സയൻസ് നോട്ട് റൂൾ ഓഫ് തം, ദെൻ ഹാർമണി നോട്ട് ഡിസ്കോർഡ്, ദെൻ കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം, ഡെവലപ്മെൻറ്റ് ഓഫ് ഈച്ച് ആൻഡ് എവരി പേഴ്സൺ ടു ഹിസ് ഓർ ഹെർ ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി ആൻഡ് പ്രോസ്പെരിറ്റി. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടെക്നിക്സ് ആണ് അല്ലേ. ടെക്നിക്സിൽ ചിലപ്പോൾ ഈ ആദ്യം കാണുന്ന ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്, ഇവിടെ ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫങ്ഷണൽ ഫോർമാൻഷിപ്പാണ്. ചിലപ്പം +2 എക്സാമിനൊക്കെ തന്നെ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് മാത്രമായിട്ട് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട്.
അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗം വളരെ നന്നായി ശ്രദ്ധിക്കുക. ഇവിടെ വേറെ പോയിൻറ്റ്സ് ഒന്നും നമ്മൾ എഴുതിയിട്ടില്ല. ഒരു പിക്ചറാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഏറ്റവും ടോപ്പിലായിട്ട് നമ്മളിവിടെ ഫാക്ടറി മാനേജറെയാണ് കാണിച്ചിരിക്കുന്നത്. ദെൻ ഫാക്ടറി മാനേജറുടെ കീഴിലായിട്ട് 2 ഇൻചാർജുകളാണുള്ളത്. ഒരാൾ പ്ലാനിങ് ഇൻചാർജാണ്, രണ്ടാമത്തെ വ്യക്തി പ്രൊഡക്ഷൻ ഇൻചാർജാണ്. ദെൻ പ്ലാനിങ് ഇൻചാർജിൻ്റെ കീഴിലായിട്ട് പ്രധാനമായിട്ടും 4 പോസ്റ്റുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ ഒരു വ്യക്തിയെ നമുക്ക് ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക് എന്ന് വിളിക്കാം. ദെൻ രണ്ടാമത്തെ വ്യക്തിയെ റൂട്ട് ക്ലർക്ക് എന്ന് വിളിക്കാം. മൂന്നാമത്തെ വ്യക്തിയെ ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക് എന്ന് വിളിക്കാം. നാലാമത്തെ വ്യക്തിയെ ഡിസിപ്ലിനറിയൻ എന്ന് വിളിക്കാം. ദെൻ അതേപോലെ തന്നെ പ്രൊഡക്ഷൻ ഇൻചാർജിൻ്റെ കീഴിലും ഇതേപോലെ 4 വ്യക്തികളാണ്, സൂപ്പർവൈസേഴ്സാണ് വരുന്നത്. എന്തൊക്കെയാണ് അവരുടെ പ്രത്യേകത? സ്പീഡ് ബോസ് ഉണ്ട്, ദെൻ ഗ്യാങ് ബോസ് ഉണ്ട്, ദെൻ റിപ്പയർ ബോസ് ഉണ്ട്, ഇൻസ്പെക്ടർ ഉണ്ട്. ഇനി ഇതിലൊക്കെ തന്നെ ഈ പറഞ്ഞ എല്ലാം കൂടെ ഏറ്റവും അവസാനമായിട്ട് എത്തിച്ചേരുന്നത് വർക്ക് എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ അവിടെ ഒരു ലേബർ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഒരു വർക്ക്മാനെ ഇവിടെ ഈ പ്രിൻസിപ്പിളിലൂടെ ഈ ടെക്നിക്കിലൂടെ FW ടൈലർ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഒരു വർക്കറെ 8 സൂപ്പർവൈസേഴ്സ് സൂപ്പർവൈസ് ചെയ്യണമെന്നാണ്. ഒരു വർക്കറെ കൃത്യമായിട്ട് 8 സൂപ്പർവൈസേഴ്സ് സൂപ്പർവൈസ് ചെയ്യണം. ഇതാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ 8 സൂപ്പർവൈസേഴ്സ് സൂപ്പർവൈസ് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ്? ഒന്നാമത്തെ വ്യക്തി ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്കാണ്, അല്ലേ? എന്താണ് അദ്ദേഹം ചെയ്യുന്നത്? ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്കിൻ്റെ പ്രത്യേകത എന്താണ്? ഹി എക്സ്പെക്റ്റഡ് ടു ഡീൽ ദ ഇൻസ്ട്രക്ഷൻ ടു ബി ഫോളോഡ് ബൈ ദി വർക്കേഴ്സ്. അദ്ദേഹം ചെയ്യേണ്ടത് വർക്കേഴ്സ് ഫോളോ ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നൽകുന്ന വ്യക്തിയാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമതായിട്ട് നോക്കുക, എന്താണ് റൂട്ട് ക്ലർക്കിൻ്റെ പ്രത്യേകത? എന്താ? to lay down the sequence of operations through which the raw materials have to pass. അപ്പോൾ എങ്ങനെയാണ് റോ മെറ്റീരിയൽ പാസ് ചെയ്യേണ്ടത്, അത് എന്തൊക്കെ മെഷീനുകളിലൂടെയാണ് അത് മുന്നോട്ട് പോവേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിഷ്കർഷിക്കുന്ന വ്യക്തിയെയാണ് നമ്മൾ ആരെന്ന് പറയുന്നത്? റൂട്ട് ക്ലർക്ക് എന്ന് പറയുന്നത്. ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, അത് ആ പറയുന്ന രീതിയിൽ തന്നെ നമുക്ക് ആ പോയിന്റിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. എന്താണ്? സ്റ്റാൻഡേർഡ് ടൈം ഫോർ ദ കംപ്ലീഷൻ ഓഫ് ദി വർക്ക്. ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായ സ്റ്റാൻഡേർഡ് ടൈം, അതിൻ്റെ കോസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിക്കുന്നത്, ആ കാര്യങ്ങളിലൊക്കെ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നത് ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്കായിരിക്കും. ദെൻ അടുത്ത വ്യക്തി, നാലാമത്തെ വ്യക്തി, പ്ലാനിങ് ഇൻചാർജിലെ നാലാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ഡിസിപ്ലിനേറിയൻ ആണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ ചുമതല? ഹി മെയിൻറ്റെയിൻസ് പ്രോപ്പർ ഡിസിപ്ലിൻ ഇൻ ദ ഫാക്ടറി. ഫാക്ടറിയിൽ പ്രോപ്പറായിട്ടുള്ള ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഈ ഡിസിപ്ലിനേറിയൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ നോക്കുക, ആദ്യം നമ്മളിപ്പം പ്ലാനിങ് ഇൻചാർജിൻ്റെ കീഴിൽ വരുന്ന സൂപ്പർവൈസേഴ്സിനെ കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി പ്രൊഡക്ഷൻ ഇൻചാർജിൻ്റെ കീഴിൽ വരുന്ന സൂപ്പർവൈസേഴ്സ് എന്ന് പറയുന്നത് സ്പീഡ് ബോസ് ആണ്, അല്ലേ? ആ സ്പീഡ് ബോസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സ്പീഡ് ഓഫ് വർക്കാണ് അദ്ദേഹം സൂപ്പർവൈസ് ചെയ്യുന്നത്. ദെൻ ഗ്യാങ് ബോസ് ആണ്, അല്ലേ? എന്താണ് ഗ്യാങ് ബോസിൻ്റെ പ്രത്യേകത? ഹി അറേഞ്ചസ് മെറ്റീരിയൽ, മെഷീൻസ്, ടൂൾസ് എക്സെട്ര ഫോർ ദി ഓപ്പറേഷൻസ്. അതിൻ്റെ എല്ലാ മെറ്റീരിയൽസും ടൂൾസും എക്യുപ്മെൻറ്റ്സും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനത്തെ മുന്നോട്ട് നീക്കേണ്ട ഒരു ലീഡറായിട്ട് അതിനെ നയിക്കേണ്ട വ്യക്തിയാണ് ഗ്യാങ് ബോസ് എന്ന് പറയുന്നത്. ദെൻ റിപ്പയർ ബോസ് എന്ന് പറയുമ്പോഴും നമുക്കതിൻ്റെ കൂടുതൽ എക്സ്പ്ലനേഷൻ ഇല്ലാതെ തന്നെ കാര്യങ്ങൾ മനസ്സിലാവുന്നതാണ്. എന്തായിരിക്കും? ഹി എൻഷുവേഴ്സ് റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ദി ടൂൾസ് ആൻഡ് മെഷീൻസും ടൂൾസിൻ്റെയും ഒക്കെ തന്നെ റിപ്പയർ വർക്ക് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് നമ്മൾ റിപ്പയർ ബോസ് എന്ന് പറയുന്നത്. ദെൻ ഏറ്റവും അവസാനമായിട്ട് ഇൻസ്പെക്ടർ. എന്താണ് ഇൻസ്പെക്ടറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത്? ഹി ചെക്ക് ദ ക്വാളിറ്റി ഓഫ് വർക്ക് ഡൺ. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വർക്കുകളുടെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത് ആരാണ്? ഈ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ പ്രൊഡക്ഷൻ ഇൻചാർജിൻ്റെ കീഴിൽ സ്പീഡ് ബോസ്, ഗ്യാങ് ബോസ്, റിപ്പയർ ബോസ് ആൻഡ് ഇൻസ്പെക്ടർ. അപ്പോൾ ഇങ്ങനെ 2 പ്ലാനിങ് ഇൻചാർജിൻ്റെ കീഴിലായിട്ട് 4 വ്യക്തികളും പ്രൊഡക്ഷൻ ഇൻചാർജിൻ്റെ കീഴിലായിട്ട് വീണ്ടും 4 വ്യക്തികളും, ഇങ്ങനെ ടോട്ടൽ 8ഓളം ആളുകൾ, 8 സൂപ്പർവൈസേഴ്സ് ആർ ടു ബി സൂപ്പർവൈസ്ഡ്, അല്ലേ, ബൈ എ വർക്ക്മാൻ എന്നുള്ളതാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്നുള്ളത് കൊണ്ട് നമ്മളിവിടെ അർത്ഥമാക്കുന്നത്. ദെൻ രണ്ടാമത്തെ ടെക്നിക്സിലേക്ക് നമുക്ക് പോവാം. എന്താ ടെക്നിക്സിലെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്? സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്, അല്ലേ? ഒന്നാമത്തെ അതിൽ 2 പോയിന്റുകൾ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഈ രണ്ടാമത്തെ പോയിന്റിൽ തന്നെ 2 ഭാഗമായിട്ട് നമുക്ക് വേണമെങ്കിൽ അത് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ എന്താണ്? ഒന്ന് സ്റ്റാൻഡർഡൈസേഷനാണ്, അല്ലേ? സ്റ്റാൻഡർഡൈസേഷൻ എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്റ്റാൻഡർഡൈസേഷൻ റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് സെറ്റിംഗ് സ്റ്റാൻഡേർഡ് ഫോർ എവറി ബിസിനസ് ആക്ടിവിറ്റി.
നമ്മുടെ ബിസിനസ്സിലെ എല്ലാ ആക്ടിവിറ്റീസിനും സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്നുള്ളത് ഉദ്ദേശിക്കുന്നത്, സ്റ്റാൻഡർഡൈസേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഒഴിവാക്കി അല്ലേ, സിംപ്ലിഫിക്കേഷൻ എയിംസ് അറ്റ് എലിമിനേറ്റിംഗ് അൺനെസസറി ഡൈവേഴ്സിറ്റി ഓഫ് ദി പ്രോഡക്റ്റ്. അൺനെസസറി ആയിട്ടുള്ള, ആവശ്യത്തിനുള്ളത് വേണ്ടെന്നല്ല, അനാവശ്യമായിട്ടുള്ള അൺനെസസറി ഡൈവേഴ്സിഫിക്കേഷൻ, അത്തരത്തിലുള്ള ഡൈവേഴ്സിഫിക്കേഷനൊക്കെ ഒഴിവാക്കി നമ്മുടെ പ്രവർത്തനങ്ങളെ കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്യണം എന്നുള്ളത്. അപ്പം സ്റ്റാൻഡർഡൈസ് ചെയ്യുകയും വേണം, അതോടൊപ്പം തന്നെ പ്രവർത്തനങ്ങളെ, നമ്മുടെ വർക്കുകളെ സിംപ്ലിഫൈ ചെയ്യണം, സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക് എന്നുള്ള രണ്ട് കാര്യങ്ങളാണ് ഈ രണ്ടാമത്തെ പോയിന്റിൽ നമ്മൾ കണ്ടത്. മൂന്നാമത്തെ പോയിന്റിലേക്ക് വന്നാൽ എന്താണ്, മെത്തേഡ് സ്റ്റഡിയാണ് അല്ലേ. മെത്തേഡ് സ്റ്റഡി എന്താണ് ഈ മെത്തേഡ് സ്റ്റഡിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്, ടു ഫൈൻഡ് ഔട്ട് ദ ബെസ്റ്റ് വേ അല്ലേ, ടു ഫൈൻഡ് ഔട്ട് വൺ ബെസ്റ്റ് വേ ഓഫ് ഡൂയിങ് ദ ജോബ് എന്നുള്ളതാണ്. ഒരു ജോബ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും ബെസ്റ്റായിട്ടുള്ള വഴി എന്താണ് എന്ന് കണ്ടെത്തലാണ് മെത്തേഡ് സ്റ്റഡിയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നാലാമതായിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് മോഷൻ സ്റ്റഡിയാണ് അല്ലേ. നമുക്കറിയാം വർക്കേഴ്സ് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നെസസറി ഇമോഷൻസ് ഉണ്ടാവും, അൺനെസസറി ഇമോഷൻസ് ഉണ്ടാവും. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ വരുന്ന അൺനെസസറി ഇമോഷൻസ് ഒക്കെ എന്തൊക്കെയാണ്, അതെങ്ങനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ മോഷൻ സ്റ്റഡി എന്ന് പറയുന്ന ഭാഗമാണ്. ദെൻ ടൈം സ്റ്റഡിയാണ് മറ്റൊന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അല്ലേ. എന്താണ്, ഇറ്റ് ഡിറ്റർമിൻസ് ദ സ്റ്റാൻഡേർഡ് ടൈം ടേക്കൺ ടു പെർഫോം എ വെൽ ഡിഫൈൻഡ് ജോബ്. ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ജോബ് ചെയ്യാൻ ആവശ്യമായ സ്റ്റാൻഡേർഡ് ടൈം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഫിക്സ് ചെയ്യപ്പെടുക, അതിനെക്കുറിച്ചുള്ള ഒരു പഠനത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടൈം സ്റ്റഡി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഫാറ്റീഗ് സ്റ്റഡി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം വർക്കേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് അവർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അത് കാരണമായിട്ട് ഉണ്ടാവാനിടയുണ്ട്. അപ്പോൾ ഇവിടെ ഫാറ്റീഗ് സ്റ്റഡി സീക്സ് ടു ഡിറ്റർമിൻ ദ എമൗണ്ട് ആൻഡ് ഫ്രീക്വൻസി ഓഫ് റെസ്റ്റ് ഇൻ്റർവെൽസ് ആണ്. അപ്പോൾ അവർക്ക് എത്രത്തോളം റെസ്റ്റ് ഇൻ്റർവെൽസ് വേണം, എത്ര ഗ്യാപ്പ്, എത്ര ടൈം, എത്ര സമയം ഓരോ വർക്കും ചെയ്യുന്നതിനിടയിൽ അവർക്ക് ഇൻ്റർവെല്ലുകളായിട്ട് വേണം എന്നുള്ളതിനെക്കുറിച്ചുള്ള പഠനമാണ് ഇവിടെ ഫാറ്റീഗ് സ്റ്റഡി എന്നുള്ളത് കൊണ്ട്. അപ്പം മെത്തേഡ് സ്റ്റഡി, മോഷൻ സ്റ്റഡി, ടൈം സ്റ്റഡി ആൻഡ് ഫാറ്റീഗ് സ്റ്റഡി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ദെൻ അതിൽ ഏഴാമത്തെ പോയിന്റിലേക്ക് നമ്മൾ പോവാണ്. എന്താണ്, ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം അല്ലേ. ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അണ്ടർ ദി സിസ്റ്റം ഓഫ് വേജ് പേയ്മെൻറ്റ് 2 kinds ഓഫ് റേറ്റ്സ് ആർ ലേഡ് ഡൗൺ എന്നാണ്. ഇവിടെ 2 രീതിയിലുള്ള റേറ്റുകളാണ് നമ്മൾ ഫിക്സ് ചെയ്യപ്പെടുന്നത്. എന്താ 2 രീതിയിലുള്ള റേറ്റുകൾ എന്ന് പറയുന്നത്, ഒന്ന് ഹയർ റേറ്റ്സ് ആർ ഓഫേർഡ് ടു ദോസ് വർക്കേഴ്സ് ഹൂ പ്രൊഡ്യൂസ് മോർ ദാൻ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഒരു സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിൽ കൂടുതലായിട്ട് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു ഹയർ റേറ്റാണ് നമ്മൾ പീസ് റേറ്റ് ആയിട്ട് കൊടുത്തത്. ഡിഫറൻഷ്യൽ പീസ് റേറ്റ് എന്നാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഡിഫറൻഷ്യൽ പീസ് റേറ്റ്, ടൈം റേറ്റ് അല്ല, ഡിഫറൻഷ്യൽ ആയിട്ടുള്ള പീസ് റേറ്റ് തന്നെ ഡിഫറൻഷ്യൽ ആയിട്ട് കൊടുക്കുക എന്നാണ് അല്ലേ. പീസ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതാദ്യം മനസ്സിലാക്കണം. എന്താണ് പീസ് റേറ്റ് എന്ന് പറയുന്നത്, അവിടെ ഓരോ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച് വേജ് കൊടുക്കുന്ന സിസ്റ്റത്തെയാണ് നമ്മൾ പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ അവരെത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് നോക്കുന്ന സമയത്ത് തന്നെ അവിടെ ഒരു സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എപ്പോഴും ഉണ്ടാവും. ആ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിനേക്കാൾ കൂടുതൽ യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്ത ആളിന് ഒരു ഹയർ റേറ്റ് വെച്ചുകൊണ്ടാണ് നമ്മൾ വേജ് കൊടുക്കുന്നത്. എന്നാൽ നേരെ മറിച്ച് ആ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിനേക്കാൾ ബിലോ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടാണ് അവർ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ലോവർ റേറ്റ് ഫോർ ദോസ് ഹൂ പ്രൊഡ്യൂസ് ബിലോ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എന്നാണ് അല്ലേ. അപ്പോൾ കുറഞ്ഞ റേറ്റ് വെച്ചുകൊണ്ടായിരിക്കും ബിലോ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ചെയ്യുന്ന ആളിന് നമ്മൾ വേജസ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 2 രീതിയിലുള്ള ഒരു വേജ് സിസ്റ്റം, ഒരു പീസ് വേജ് സിസ്റ്റത്തിൽ തന്നെ 2 റേറ്റ്, ഒരു ഹയർ റേറ്റും ഒരു ലോവർ റേറ്റും വെച്ചുകൊണ്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 8ാമത്തെ പോയിൻ്റായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മെൻ്റൽ റവല്യൂഷനാണ് അല്ലേ. എന്താ മെൻ്റൽ റവല്യൂഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇറ്റ് ഇൻവോൾവ്സ് എ ചേഞ്ച് ഇൻ ദ മെൻ്റൽ ആറ്റിറ്റ്യൂഡ് ഓഫ് വർക്കേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് ടുവേർഡ്സ് ഈച്ച് അതർ. അപ്പോൾ അവിടെയുള്ള വർക്കേഴ്സിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും ഒക്കെ തന്നെ ഒരു മാനസികമായ രീതിയിലുള്ള ഒരു വലിയൊരു മാറ്റം, എ ചേഞ്ച് അല്ലേ. ഇറ്റ് ഇൻവോൾവ്സ് എ ചേഞ്ച് ഇൻ ദ മെൻ്റൽ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ അവരിലൊക്കെ തന്നെ വലിയൊരു മാനസികമായ ഒരു പരിവർത്തനം സൃഷ്ടിക്കുക എന്നുള്ളതാണ്, കൃത്യമായി പറഞ്ഞാൽ ഒരു പരിവർത്തനം സൃഷ്ടിക്കുക എന്നുള്ളതാണ് അല്ലേ. ആ രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് മെൻ്റൽ റവല്യൂഷൻ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും 8ഓളം അല്ലേ പ്രിൻസിപ്പിൾസാണ്
സോറി ടെക്നിക്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ടെക്നിക്സ് ഓഫ് ദി സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് നേരത്തെ 4 പോയിന്റുകൾ നമ്മൾ പറഞ്ഞു. ഇവിടെ ടെക്നിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തത് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്, ദെൻ സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്, ദെൻ മെത്തേഡ് സ്റ്റഡി, ദെൻ മോഷൻ സ്റ്റഡി, ടൈം സ്റ്റഡി, ഫറ്റീഗ് സ്റ്റഡി, ഡിഫറൻഷ്യൽ പീസ് വൈസ് സിസ്റ്റം ആൻഡ് മെൻ്റൽ റെവല്യൂഷൻ. അപ്പോൾ ഇത്രയും ടെക്നിക്സാണ് FW ടൈലറിൻ്റെ മാനേജ്മെൻറ്റിലുള്ള സംഭാവന എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾസ് എന്നുള്ള രീതിയിലും ടെക്നിക്സ് എന്നുള്ള രീതിയിലും ഒക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനെ മൊത്തത്തിൽ നമ്മൾ അറിയപ്പെടുന്നത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. ദെൻ ഇനി നമുക്ക് ഫെയോൾ അല്ലേ, ഹെൻറി ഫെയോൾ മറ്റൊരു മാനേജ്മെൻറ്റ് തിങ്കറാണ്. 1841 to 1925 അദ്ദേഹത്തിൻ്റെ കാലഘട്ടമാണത്. ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ജനറൽ മാനേജ്മെൻറ്റ്. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഫാദർ ഓഫ് ജനറൽ മാനേജ്മെൻറ്റ് എന്നാണ്, ഹെൻറി ഫെയോൾ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായി 14 പ്രിൻസിപ്പിൾസ് ആണ് അദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് വളരെ പെട്ടെന്ന് എന്തൊക്കെയാണ് അദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുള്ള 14ഓളം വരുന്ന പ്രിൻസിപ്പിൾസ് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്നാമതായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾസിൽ പറയുന്നത് ഡിവിഷൻ ഓഫ് വർക്ക് എന്നാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ അല്ലേ. വർക്ക് ഈസ് ടു ബി ഡിവൈഡഡ്. നമ്മൾ ഓരോ ജോബും നമ്മൾ ചെയ്യുന്ന സമയത്ത് വർക്കുകളെ ഡിവൈഡ് ചെയ്യണം. ചെറിയ ചെറിയ ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്യണമെന്നും അതിലെ ഓരോ ടാസ്കുകളും ഓരോ ആളുകളെ ഏൽപ്പിക്കണമെന്നുമാണ് ഇവിടെ ഡിവിഷൻ ഓഫ് വർക്ക് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന മെച്ചം എന്താണ്? അങ്ങനെ ഒരാൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ആ വർക്കിൽ അയാൾ സ്പെഷ്യലൈസ്ഡ് ആകുകയും അല്ലെങ്കിൽ അയാൾ ആ വർക്കിൽ എക്സ്പേർട്ടായി മാറുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടാകും. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ സ്പീഡ് കൂടും, അദ്ദേഹത്തിന് ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ എഫിഷ്യൻസി കൂടും, പ്രൊഡക്ടിവിറ്റി കൂടും. അപ്പോൾ ഇതൊക്കെ ഡിവിഷൻ ഓഫ് ലേബറിൻ്റെ അഡ്വാൻറ്റേജാണ്. അപ്പോൾ ഈ അഡ്വാൻറ്റേജൊക്കെ ഉണ്ടാവാൻ വേണ്ടി വർക്കുകളെ ചെറിയ ചെറിയ ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്യണം എന്നുള്ളതാണ് നമ്മളിവിടെ ഡിവിഷൻ ഓഫ് വർക്ക് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ രണ്ടാമത്തെ പോയിന്റിലേക്ക് നമുക്ക് വരാം, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി അല്ലേ. ഇവിടെ അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അതോടൊപ്പം തന്നെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, 2 കാര്യങ്ങൾ നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്താണ് അതോറിറ്റി? അതോറിറ്റി ഈസ് ദ റൈറ്റ് ടു ഗീവ് ഓർഡേഴ്സ് ടു സബോർഡിനേറ്റ്സിന് ഓർഡേഴ്സ് കൊടുക്കാനുള്ള അധികാരത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അതോറിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അതോടൊപ്പം തന്നെ ആ അധികാരം ഉപയോഗിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് ഒബേ ചെയ്യാനുള്ള അത് ഒബേ ചെയ്യാനുള്ള ആ സബോർഡിനേറ്റ്സിൻ്റെ ഒബ്ലിഗേഷനെയാണ് അല്ലേ. സബോർഡിനേറ്റ്സ് റെസ്പോൺസിബിലിറ്റി ഈസ് ദ ഒബ്ലിഗേഷൻ ടു പെർഫോം ദ വർക്ക്. അവർ എന്താണോ അതോറിറ്റി സബോർഡിനേറ്റ്സിന് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് അംഗീകരിച്ചുകൊണ്ട് അതിനെ അത് ഒബേ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആ ഒരു കാര്യത്തെയാണ് നമ്മളവിടെ റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ടൈലർ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഒരു സ്ഥാപനത്തിൽ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും തമ്മിൽ ഒരു ബാലൻസ് ഉണ്ടാവണം. There should be a balance between authority and responsibility. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിളിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെറും അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്നല്ല. അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, there should be a balance between authority and responsibility. There should be a parity between authority and responsibility. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾ കൊണ്ട് ഈ പ്രിൻസിപ്പിൾ കൊണ്ട് നമ്മളിവിടെ അർത്ഥമാക്കുന്നത്. മൂന്നാമത്തെ പ്രിൻസിപ്പിളിലേക്ക് നമുക്ക് വരാം, ഡിസിപ്ലിൻ എന്നുള്ളതാണ് അല്ലേ. എന്താ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എൻ ഒബീഡിയൻസ് ടു ഓർഗനൈസേഷണൽ റൂൾസ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് എഗ്രിമെൻറ്റ്. നമുക്കറിയാം, ഏതൊരാളും ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അവിടെ അവർ നിഷ്കർഷിക്കുന്ന ധാരാളം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. നമ്മുടെ എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് ഉണ്ട്, അഗ്രിമെൻ്റ് ഉണ്ട്. അതിലൊക്കെ പറഞ്ഞിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒബേ ചെയ്യുന്നതിനെയാണ്, അതൊക്കെ അനുസരിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഡിസിപ്ലിൻ എന്നുള്ള പോയിന്റ്സൊക്കെ നമുക്ക് വേഗം പറഞ്ഞു പോകാവുന്നതേ ഉള്ളൂ. അടുത്ത പോയിന്റിലേക്ക് പോകാം. എന്താ? യൂണിറ്റി ഓഫ് കമാൻഡ് അല്ലേ. ഒരു പ്രധാനപ്പെട്ട, ചിലപ്പം ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാറുണ്ട്. എന്താണ് യൂണിറ്റി ഓഫ് കമാൻഡ്, എന്താണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, അല്ലെങ്കിൽ യൂണിറ്റി ഓഫ് ഡയറക്ഷനും യൂണിറ്റി ഓഫ് കമാൻഡും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊക്കെ ചിലപ്പം ചോദിക്കുന്ന ഒരു ഭാഗം കൂടി ആയതുകൊണ്ട് കുറച്ചുകൂടെ ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്താണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദ പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഓഫ് കമാൻഡ് സ്റ്റേറ്റ്സ് ദാറ്റ് ഈച്ച് എംപ്ലോയി ഷുഡ് റിസീവ് ഓർഡേഴ്സ് ഫ്രം വൺ സുപ്പീരിയർ ഓൺലി. ഓരോ എംപ്ലോയിയും, അവിടെയുള്ള ഓരോ എംപ്ലോയിയും
എപ്പോഴും ഒരാളിൽ നിന്നും മാത്രമേ ഓർഡറുകൾ സ്വീകരിക്കാവൂ, കമാൻഡുകൾ സ്വീകരിക്കാവൂ. അപ്പോൾ അവിടെ യൂണിറ്റി ഉണ്ടാവും, യൂണിറ്റി ഓഫ് കമാൻഡ്. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ യൂണിറ്റി ഓഫ് കമാൻഡ് എന്നുള്ളത് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് എന്താണ്? ഈച്ച് എംപ്ലോയി ഷുഡ് റിസീവ് ഓർഡേഴ്സ്. ഓരോ എംപ്ലോയിയും ഓർഡേഴ്സ് സ്വീകരിക്കേണ്ടത് എങ്ങനെയായിരിക്കണം? ഫ്രം വൺ സുപ്പീരിയർ, ഒരാളിൽ നിന്നും മാത്രമായിരിക്കണം. അപ്പോൾ ഓരോ എംപ്ലോയിയും ഒന്നിൽ കൂടുതൽ ആളുകളിൽ നിന്ന് എന്ത് ചെയ്യാൻ പാടില്ല? ഓർഡറുകൾ സ്വീകരിക്കാൻ പാടില്ല. ഇത്രയേ ഉള്ളൂ യൂണിറ്റി ഓഫ് കമാൻഡ്. ഓക്കെ, ദെൻ അടുത്ത പോയിന്റിലേക്ക് നമുക്ക് വന്നാൽ എന്താ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ്റെ പ്രത്യേകത? യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈച്ച് ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ഹാവിങ് ദ സെയിം ഒബ്ജക്റ്റീവ് മസ്റ്റ് ഹാവ് വൺ ഹെഡ് ആൻഡ് വൺ പ്ലാൻ എന്നാണ്. ഈച്ച് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, ഒരു എന്താ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി, ഒരു ലക്ഷ്യം ഉള്ള ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിക്ക് എപ്പോഴും ഒരു ഹെഡേ ഉണ്ടാവാൻ പാടുള്ളൂ, ഒരു പ്ലാനേ ഉണ്ടാവാൻ പാടുള്ളൂ. ഒരേ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ആളുകളെയും ഒരേ ലക്ഷ്യത്തിലേക്ക് അവിടെ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? ഡയറക്റ്റ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. എല്ലാവരെയും ഒരേ ലക്ഷ്യത്തിലേക്ക് ഡയറക്റ്റ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അങ്ങനെ എല്ലാവരെയും ഒരേ ലക്ഷ്യത്തിലേക്ക് ഡയറക്റ്റ് ചെയ്യപ്പെടണമെങ്കിൽ എന്തുണ്ടാവണം? അവിടെ ഒരു ലക്ഷ്യം മുൻനിർത്തി കൊണ്ടുള്ള ഒരു കൂട്ടം ആളുകളുടെ പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും ഒരു ഹെഡും ഒരു പ്ലാനും മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോഴേ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറയുന്നത് സാധ്യമാകുകയുള്ളൂ എന്നുള്ളതാണ് നമ്മളവിടെ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ദെൻ ആറാമത്തെ പോയിന്റിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. ആറാമത്തെ പ്രിൻസിപ്പിൾ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. എന്താണ്? സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ. ഇത് കുറച്ച് വലിപ്പമുള്ള ഒരു സെൻറ്റൻസ് പോലെയാണ് ഈ ആറാമത്തെ പ്രിൻസിപ്പിൾ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് എളുപ്പം പറയാവുന്ന ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഡിസിപ്ലിൻ, യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. ഇവിടെ സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ് എന്നാണ് അല്ലേ? എന്താ? Interest of the organization should be priority, should take priority over the interest of any one individual employee എന്നാ. അപ്പോൾ ആ സ്ഥാപനത്തിലുള്ള ഓരോ ഇൻഡിവിജ്വൽ എംപ്ലോയിയുടെയും പ്രവർത്തനങ്ങളെ, ആ സ്ഥാപനത്തിലുള്ള ഓരോ ഇൻഡിവിജ്വൽ എംപ്ലോയീസിൻ്റെയും പ്രവർത്തനങ്ങളെ സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? സബോർഡിനേറ്റ് ചെയ്യപ്പെടണം. എന്താണ് സബോർഡിനേറ്റ് ചെയ്യപ്പെടേണ്ടത്? ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ആണ് അവിടെ സബോർഡിനേറ്റ് ചെയ്യപ്പെടേണ്ടത്. അപ്പോൾ അവിടെ എന്താണ് ഡൊമിനേറ്റ് ചെയ്യപ്പെടേണ്ടത്? ജനറൽ ഇൻട്രസ്റ്റ് ആണ് അല്ലേ? ദ ഇൻട്രസ്റ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ ഷുഡ് ടേക്ക് പ്രയോറിറ്റി. അപ്പോൾ അവിടെ രണ്ട് രീതിയിൽ നമുക്കതിനെ പറയാനായിട്ട് സാധിക്കും. ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ആ പ്രശ്ന പരിഹാരവുമായി ബന്ധപ്പെടുത്തിയും കൊണ്ട് നമ്മൾ കാര്യങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ അവിടെ ചില വ്യക്തികളുടെ ചില താല്പര്യങ്ങളുണ്ടാവും. അതോടൊപ്പം തന്നെ സ്ഥാപനത്തിൻ്റെ താല്പര്യവും ഉണ്ടാവും. സ്ഥാപനത്തിൻ്റെ താല്പര്യത്തെയാണ് നമ്മൾ ജനറൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. സ്ഥാപനത്തിൻ്റെ താല്പര്യം, ഇൻട്രസ്റ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ, അതിനെയാണ് ജനറൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് വ്യക്തി താല്പര്യമാണ്. അപ്പോൾ അവിടെ വ്യക്തി താല്പര്യം സബോർഡിനേറ്റ് ചെയ്യപ്പെടണം. എന്നാൽ വ്യക്തി താല്പര്യത്തെക്കാൾ അവിടെ സ്ഥാപനത്തിൻ്റെ താല്പര്യത്തിന് പ്രാധാന്യം കൽപ്പിക്കണം എന്നുള്ളതാണ് ഈ സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദെൻ നമുക്കിനി ഏഴാമത്തെ പോയിന്റിലേക്ക് പോകാവുന്നതാണ്. എന്താണ്? റെമ്യൂണറേഷൻ ടു എംപ്ലോയീസ്. അപ്പോൾ അവിടെ ഹെൻറി ഫയോള് എംപ്ലോയീസിൻ്റെ റെമ്യൂണറേഷനുമായി ബന്ധപ്പെടുത്തിയും കൊണ്ട് റെമ്യൂണറേഷൻ ഷുഡ് ബി ജസ്റ്റ്, ഇക്വിറ്റബിൾ ആൻഡ് ഫെയർ. വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഫെയർ റെമ്യൂണറേഷൻ ഷുഡ് ബി ഗിവൺ ടു ഈച്ച് ആൻഡ് എവരി എംപ്ലോയീസ്. എംപ്ലോയീസിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് അത് ഫെയർ ആയിരിക്കണം, അത് ഇക്വിറ്റബിൾ ആയിരിക്കണം അല്ലേ എന്നുള്ള ഒരു പോയിൻ്റാണ് ഇവിടെ. റെമ്യൂണറേഷൻ ടു ദി എംപ്ലോയീസ് വേണമെങ്കിൽ നമുക്ക് പ്രിൻസിപ്പിൾ പറയുമ്പോൾ തന്നെ ഫെയർ റെമ്യൂണറേഷൻ ടു ദി എംപ്ലോയീസ് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. ദെൻ ഇതിലെ എട്ടാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷനാണ്. എന്താണ് സെൻട്രലൈസേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സെൻട്രലൈസേഷൻ മീൻസ് കോൺസെൻട്രേഷൻ ഓഫ് അതോറിറ്റി അറ്റ് ദ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു അവകാശം ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിലാണ് ഉള്ളതെങ്കിൽ നമ്മളതിനെ സെൻട്രലൈസ്ഡ് എന്ന് പറയും. അപ്പോൾ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശം ടോപ്പ് ലെവലിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ സെൻട്രലൈസേഷൻ എന്നും,
തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം ലോവർ ലെവലിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഡീസെൻട്രലൈസേഷൻ എന്നും പറയാവുന്നതാണ്. ഡീസെൻട്രലൈസേഷൻ മീൻസ് ഡിസ്പേഴ്സൽ ഓഫ് അതോറിറ്റി ടു ദ ലോവർ ലെവൽ ഇൻ ദ ഓർഗനൈസേഷനാണ്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് പവറിനെ ലോവർ ലെവലിലേക്ക് ഡിസ്പേഴ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഡീസെൻട്രലൈസേഷനാണ്. കോൺസെൻട്രേഷൻ ഓഫ് പവർ ഇൻ ടു ടോപ്പ് ലെവലാണ് എന്തെന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെൻട്രലൈസേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനും കുറിച്ച് ഹെൻറി ഫയോൾ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുകയാണ്, ദർ ഷുഡ് ബി എ ബാലൻസ് ബിറ്റ്വീൻ സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. എപ്പോഴും ഇത് രണ്ടും തമ്മിൽ ഒരു ബാലൻസ് ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു പാരിറ്റി ഉണ്ടാവണം. നമ്മൾ അതോറിറ്റി ആൻഡ് പറഞ്ഞ പോലെ, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി പറഞ്ഞതുപോലെ, ദർ ഷുഡ് ബി എ ബാലൻസ് ബിറ്റ്വീൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് നമ്മൾ പറഞ്ഞതുപോലെ, ദർ ഷുഡ് ബി എ ബാലൻസ് ബിറ്റ്വീൻ സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. അപ്പോൾ ഇവിടെ 8ഓളം കാര്യങ്ങളാണ്, പ്രിൻസിപ്പിൾസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഓരോന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് പറയാം. ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ദെൻ ഡിസിപ്ലിൻ, യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്, ദെൻ റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ്, ദെൻ സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. ഇപ്പോൾ 8 പ്രിൻസിപ്പിൾസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തതെങ്കിൽ ബാക്കിയുള്ള ഭാഗം നമ്മൾ അടുത്തതായിട്ട് 9ാമത്തെ പ്രിൻസിപ്പിളിലേക്ക് പോവുകയാണ്. എന്താണ് സ്കാലാർ ചെയിൻ? എന്താണ് സ്കാലാർ ചെയിൻ എന്ന് പറഞ്ഞാൽ എ ഫോർമൽ ലൈൻ ഓഫ് അതോറിറ്റി ഫ്രം ഹയസ്റ്റ് ടു ലോവസ്റ്റ് റാങ്ക്. നമുക്കറിയാം, ഒരു ബിസിനസ് സ്ഥാപനത്തിൽ എപ്പോഴും അതിൻ്റേതായ ഒരു ഫോർമൽ ലൈൻ ഓഫ് അതോറിറ്റി ഉണ്ടാവും. അപ്പം അതിൻ്റെ ഏറ്റവും താഴെയുള്ള ആൾ, ദെൻ അവരുടെ സുപ്പീരിയറായിട്ട് വരുന്ന ആൾ, ദെൻ അവരുടെ സുപ്പീരിയറായിട്ട് വരുന്ന ആൾ, ഇങ്ങനെ ഒരു ഹൈറാർക്കിക്കൽ ഓർഡർ നമുക്കെല്ലാ സ്ഥാപനത്തിലും കാണാനായിട്ട് സാധിക്കും. ദ ഫോർമൽ ലൈൻ ഓഫ് അതോറിറ്റി ഫ്രം ഹയസ്റ്റ് ടു ദ ലോവസ്റ്റ് റാങ്ക് ആർ നോൺ ആസ് സ്കാലാർ ചെയിൻ. അപ്പോൾ അതിൻ്റെ ടോപ്പ് ലെവൽ മുതൽ ലോവർ ലെവൽ വരെ ബ്രേക്ക് ചെയ്യാത്ത രീതിയിലുള്ള ഒരു ലൈൻ ഓഫ് അതോറിറ്റി നമുക്ക് എല്ലാ സ്ഥാപനത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നു. മാത്രമല്ല, എപ്പോഴും കമ്മ്യൂണിക്കേഷൻ അതിലൂടെ മാത്രമേ പാസ് ചെയ്യാൻ പാടുള്ളൂ. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ, അക്കോർഡിംഗ് ടു സ്കാലാർ ചെയിൻ, കമ്മ്യൂണിക്കേഷൻ ഷുഡ് പാസ് ത്രൂ ദ എസ്റ്റാബ്ലിഷ്ഡ് ചെയിൻ ഓഫ് കമാൻഡ്. ആ ചെയിൻ ഓഫ് കമാൻഡിലൂടെ മാത്രമേ അവിടെ കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പാസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് സ്കാലാർ ചെയിൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ലോവർ ലെവലിലുള്ള ഒരാൾ മിഡിൽ ലെവലിലൂടെ അതിൻ്റെ ടോപ്പ് ലെവലിലേക്ക് ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ഓരോ സബോർഡിനേറ്റിൻ്റെയും സുപ്പീരിയർ ആരാണെന്ന് നോക്കുകയും ഓരോ സബോർഡിനേറ്റും അയാളുടെ സുപ്പീരിയറിനോട് കാര്യങ്ങൾ കൈമാറി വേണം ആ കമ്മ്യൂണിക്കേഷൻ മുകളിലോട്ട് പോകാൻ എന്നുള്ളതാണ് സ്കാലാർ ചെയിൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടെ ഗാങ് പ്ലാങ്ക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൂടെ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. സ്കാലാർ ചെയിൻ ആൻഡ് ഗാങ് പ്ലാങ്ക്. എന്താണ് ഗാങ് പ്ലാങ്ക്? അക്കോർഡിംഗ് ടു ദ കൺസെപ്റ്റ് ഓഫ് ഗാങ് പ്ലാങ്ക്, പേഴ്സൺസ് ഓഫ് ദി സെയിം റാങ്ക്, ഒരേ റാങ്കിലുള്ള രണ്ടാളെ സംബന്ധിച്ചിടത്തോളം, എന്താ പേഴ്സൺസ് ഓഫ് ദി സെയിം റാങ്ക്? ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ പർച്ചേസ് മാനേജറും സെയിൽസ് മാനേജറും രണ്ടും ഒരേ പൊസിഷനിലുള്ള ആളുകളാണ്. പർച്ചേസ് മാനേജറും സെയിൽസ് മാനേജറും ഒരേ പൊസിഷനിലുള്ള രണ്ടാളുകൾക്ക് അവരുടെ കാര്യങ്ങൾ വേണമെങ്കിൽ എന്ത് ചെയ്യാവുന്നതാണ്? അക്കോർഡിംഗ് ടു ദ കൺസെപ്റ്റ് ഓഫ് ഗാങ് പ്ലാങ്ക്, പേഴ്സൺസ് ഓഫ് ദി സെയിം റാങ്ക് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ, എസ്പെഷ്യലി ഇൻ എമർജിങ് സിറ്റുവേഷൻ. പ്രത്യേകിച്ച് അടിയന്തര സാഹചര്യങ്ങളിൽ വേണമെങ്കിൽ ഇതേപോലെ രണ്ടാളുകൾക്ക്, സെയിം റാങ്കിലുള്ള രണ്ടാളുകൾക്ക് വേണമെങ്കിൽ സ്കാലാർ ചെയിനിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് അങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടത്താമെന്നുള്ള ആ കൺസെപ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗാങ് പ്ലാങ്ക് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്കാലാർ ചെയിനും ഗാങ് പ്ലാങ്കും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. 10ാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഓർഡറാണ്, അല്ലേ? അപ്പോൾ ഓരോ കൃത്യമായിട്ടുള്ള ആളുകൾ, ഇവിടെ 2 രീതിയിലുള്ള ഓർഡറാണ്. പീപ്പിൾ ആൻഡ് മെറ്റീരിയൽ മസ്റ്റ് ബി ഇൻ സ്യൂട്ടബിൾ പ്ലേസ്. അപ്പോൾ ഓർഡർ എന്നുള്ളത് കൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്, ഒന്ന് അവിടെയുള്ള ഹ്യൂമൻ റിസോഴ്സസ്, അവിടെയുള്ള പീപ്പിൾ, എംപ്ലോയീസ്, അവർ കൃത്യമായ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ കൃത്യമായിട്ടുള്ള സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? അപ്പോയിൻ്റ് ചെയ്തിരിക്കണം. റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് പ്ലേസ്, റൈറ്റ് മെറ്റീരിയൽ അറ്റ് ദ റൈറ്റ് പ്ലേസ്. അതേപോലെ തന്നെ റൈറ്റ് മെറ്റീരിയൽ, അവിടെയുള്ള മെറ്റീരിയൽസ് ഒക്കെ തന്നെ അത് റൈറ്റ് മെറ്റീരിയൽ തന്നെ കൃത്യമായിട്ടുള്ള സ്ഥലത്തുണ്ടാവണം. അപ്പോൾ അവിടെ മെറ്റീരിയൽ ഓർഡർ ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഹ്യൂമൻ ഓർഡർ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെയൊക്കെ വേണമെങ്കിൽ അതിനെ പറയാവുന്നതാണ്. അപ്പോൾ ഓർഡർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പീപ്പിൾ ആൻഡ് മെറ്റീരിയൽ മസ്റ്റ് ബി ഇൻ സ്യൂട്ടബിൾ പ്ലേസ് അറ്റ് അപ്രോപ്രിയേറ്റ് ടൈം
അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ മാക്സിമം എഫിഷ്യൻസി. നമ്മുടെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി എപ്പോഴും മെറ്റീരിയൽ ഓർഡർ ഉണ്ടാവണം, അതേപോലെ തന്നെ ഹ്യൂമൻ ഓർഡർ ഉണ്ടാവണം. റൈറ്റ് പേഴ്സണെ റൈറ്റ് പ്ലേസിൽ നമുക്ക് അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. റൈറ്റ് മെറ്റീരിയൽ അറ്റ് ദ റൈറ്റ് പ്ലേസിൽ ഉണ്ടാവണം എന്നുള്ളതാണ് ഓർഡർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 11ാമത്തെ പ്രിൻസിപ്പിളിലേക്ക് നമുക്ക് പോവാണ്. ഇക്വിറ്റി എന്നുള്ളതാണ് 11ാമത്തെ പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ? ദിസ് പ്രിൻസിപ്പിൾ റിക്വയേഴ്സ് ദ മാനേജേഴ്സ് ടു ബി കൈൻഡ് ആൻഡ് ജസ്റ്റ് ടു ദ വർക്കേഴ്സ് എന്നുള്ളത്. എപ്പോഴും കൈൻഡായിരിക്കണം. ഇക്വിറ്റി, അവിടെ എന്തുണ്ടാവാൻ പാടില്ല? പാർഷ്യാലിറ്റി ഉണ്ടാവാൻ പാടില്ല. എപ്പോഴും ഇക്വിറ്റബിളായിട്ട് പെരുമാറണം എന്നുള്ളതാണ്. ഇംപാർഷ്യൽ വൈൽ ഡീലിംഗ് വിത്ത് സബോർഡിനേറ്റ്സുമായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് ഇംപാർഷ്യൽ ആവണം, ഇക്വിറ്റബിൾ ആവണം എന്നുള്ളതാണ് ഇക്വിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 12ാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണലാണ്. അക്കോർഡിംഗ് ടു ഫയോൾ, വർക്കേഴ്സ് ഷുഡ് നോട്ട് ബി മൂവ്ഡ് ഫ്രം വൺ ജോബ് ടു അനദർ ഫ്രീക്വൻ്റ്ലി. ഫയോൾ പറയാണ്, ഒരു വർക്കറെ ഒരു പ്ലേസിലേക്ക് ഒരു വർക്കറെ ഫ്രീക്വൻ്റ് ആയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാൻ പാടില്ല? മാറ്റാൻ പാടില്ല. അയാൾക്കൊരു കൃത്യമായ സമയം കൊടുക്കണം. അങ്ങനെ കൃത്യമായ ഒരു സമയം കൊടുക്കാതെ ഒരു വർക്കറെ ആദ്യം നമ്മളൊരു പ്ലേസിൽ അപ്പോയിൻറ്റ് ചെയ്യുന്നു, then അയാൾ മറ്റൊരു പോസ്റ്റിലേക്ക് മാറ്റുന്നു, മറ്റൊരു പ്ലേസിലേക്ക് മാറ്റുന്നു. അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ഒരു വർക്കറെ എന്ത് ചെയ്യാൻ പാടില്ല? ചേഞ്ച് ചെയ്യാൻ പാടില്ല, മാറ്റാൻ പാടില്ല, അല്ലേ? അപ്പം കൃത്യമായ ഒരു ടൈം അതിന് കൊടുക്കുകയും അങ്ങനെ മാറ്റാതെ ആ സ്ഥലത്ത് തന്നെ അദ്ദേഹത്തെ നിലനിർത്താനും നമുക്ക് കഴിയണമെന്നുള്ളതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ടു മിനിമൈസ് ലേബർ ടേൺ ഓവർ. ഒരു സ്ഥാപനത്തിൽ നിന്ന് ലേബറേഴ്സ് ഒഴിഞ്ഞു പോകുന്നത് നമുക്ക് തടയാനായിട്ട് സാധിക്കുമെന്നാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ, അവിടെ ഒരു എംപ്ലോയിയെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൃത്യമായ ഒരു പീരീഡിലേക്ക് അയാളുടെ സേവനം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ വീക്ഷിക്കുകയും ഫ്രീക്വൻ്റായിട്ട് അയാളെ ഇങ്ങനെ തുടരെ മാറ്റരുത് എന്നുമാണ് ഇവിടെ ഈ പ്രിൻസിപ്പിളിലൂടെ അർത്ഥമാക്കുന്നത്. ദെൻ 13ാമത്തെ പ്രിൻസിപ്പിളിലേക്ക് നമുക്ക് വരാം. എന്താണ് ഇനീഷ്യേറ്റീവ്? എന്താണ് ഇനീഷ്യേറ്റീവ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വർക്കേഴ്സ് ഷുഡ് ബി എൻകറേജ്ഡ് ടു ഡെവലപ്പ് ആൻഡ് ക്യാരി ഔട്ട് ദെയർ പ്ലാൻസ് ഫോർ ഇംപ്രൂവ്മെൻറ്റ്സ്. എപ്പോഴും നമുക്കറിയാം കാര്യങ്ങൾ ഇനീഷ്യേറ്റീവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഓരോ സ്ഥാപനത്തിലും, അല്ലേ? വർക്കേഴ്സ് ഷുഡ് ബി എൻകറേജ്ഡ് ടു ഡെവലപ്പ് ആൻഡ് ക്യാരി ഔട്ട് ദെയർ പ്ലാൻസ് ഫോർ ഇംപ്രൂവ്മെൻറ്റ്സ് എന്നുള്ളത്. അപ്പോൾ ഇനീഷ്യേറ്റീവ് ആയിരിക്കണം. കാര്യങ്ങൾ ചെയ്യുന്നതിനെ നിരുത്സാഹപ്പെടുത്താതെ അങ്ങനെയുള്ള ആളുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തുകൊണ്ട് ആയിരിക്കണം നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. കാരണം വർക്കേഴ്സൊക്കെ തന്നെ അവരുടേതായിട്ടുള്ള പ്ലാനുകളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ തടസ്സപ്പെടുത്താതെ അവരുടെ ഇനീഷ്യേറ്റീവ് കൂടുതൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അത് സ്ഥാപനത്തിൻ്റെ നേട്ടമാക്കി മാറ്റാൻ ശ്രമിക്കണം എന്നുള്ളതാണ് ഇനീഷ്യേറ്റീവ് എന്നുള്ളത് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. 14ാമത്തെയും അവസാനത്തെയും പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എസ്പിരിറ്റ് ഡി കോർപ്സ് എന്നുള്ളത്. എസ്പിരിറ്റ് ഡി കോർപ്സ് അത് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ യൂണിയൻ ഈ സ്ട്രെങ്ത്, അത് നമുക്ക് ഏറ്റവും നന്നായി മനസ്സിലാവുന്നതാണ്, അല്ലേ? എപ്പോഴും യൂണിയൻ ഈ സ്ട്രെങ്ത്. അക്കോർഡിംഗ് ടു ഫയോൾ, മാനേജ്മെൻറ്റ് ഷുഡ് പ്രൊമോട്ട് എ ടീം സ്പിരിറ്റ്. എപ്പോഴും ഒരു ടീം സ്പിരിറ്റ് ഉണ്ടാവണം. അങ്ങനെ ഒരു യൂണിയൻ ഈ സ്ട്രെങ്ത് എന്നുള്ള രീതിയിൽ ഒരു ടീം സ്പിരിറ്റോടുകൂടെ ഒരു സ്ഥാപനത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കണമെന്നുള്ളതാണ് ഈ 14ാമത്തെ എസ്പിരിറ്റ് ഡി കോർപ്സ് അല്ലെങ്കിൽ യൂണിയൻ ഈ സ്ട്രെങ്ത് എന്ന് പറയുന്ന ഈ പ്രിൻസിപ്പിൾ കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഈ 2 സ്ലൈഡുകളിലായിട്ട് നമ്മൾ 14ഓളം പ്രിൻസിപ്പിൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ദെൻ ഡിസിപ്ലിൻ, യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്, then remuneration of employees, then centralization and decentralization, scalar chain, order, equity, stability of personnel, initiative, then union strength അല്ലെങ്കിൽ എസ്പിരിറ്റ് ഡി കോർപ്സ്. ഇനി ഏറ്റവും അവസാന ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാന ഭാഗം എന്ന് പറയുന്നത് ഫയോളിനെയും ടൈലറിനെയും നമ്മൾ കമ്പയർ ചെയ്യുകയാണ്. ഈ 2 പ്രിൻസിപ്പിൾ തമ്മിൽ ഒരു കമ്പാരിസൺ നടത്തുകയാണ്. അങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഈ 6ഓളം പോയിന്റുകളാണ് ഈ കമ്പാരിസന് വേണ്ടി നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഓരോന്നായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഒന്നാമത്തത് നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു, ഹെൻറി ഫയോൾ. ഫയോൾ എന്ന് പറയുന്നത് ഫാദർ ഓഫ് ദി ജനറൽ മാനേജ്മെൻ്റ് ആണ്. ഇവിടെ ആദ്യത്തെ ഭാഗം ഫയോളും രണ്ടാമത്തെ ഭാഗം, ഈ ഭാഗം നമ്മൾ ഫയോളിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ദെൻ രണ്ടാമത്തെ ഭാഗം ടൈലറിനെ കുറിച്ചാണ് നമ്മളിവിടെ
ഡിസ്കസ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോയിന്റുകളൊക്കെ തന്നെ, പ്രിൻസിപ്പിൾസൊക്കെ തന്നെ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നേരത്തെ പരാമർശിച്ച ചില പോയിന്റുകളും ഇതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഈ ഭാഗം കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഫെയോളിനെ നമ്മൾ അറിയപ്പെടുന്നത് ഫാദർ ഓഫ് ദി ജനറൽ മാനേജ്മെൻറ്റ് എന്നാണെങ്കിൽ, ഇവിടെ FW ടൈലറിനെ നമ്മൾ അറിയപ്പെടുന്നത് ഫാദർ ഓഫ് ദി സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്നാണ്. ഓക്കെ, ഒന്നാമത്തെ പോയിൻ്റ് അതാണ്. ദെൻ രണ്ടാമത്തെ പോയിൻ്റ്, ഇവർ എന്താണ് ഫോക്കസ് ചെയ്തത് എന്നുള്ളതിനെ ബേസ് ആയിക്കൊണ്ടാണ്. ഫോക്കസസ് ഓൺ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. ഇവിടെ ഫെയോൾ ഏറ്റവും കൂടുതൽ അത് ഫോക്കസ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിനെ കുറിച്ചാണെങ്കിൽ, ഇവിടെ ടൈലർ ഏറ്റവും കൂടുതൽ ഫോക്കസസ് ഓൺ ഷോപ്പ് ഫ്ലോർ ലെവൽ ഓഫ് ഫാക്ടറി. ഒരു ഫാക്ടറിയുടെ ഷോപ്പ് ഫ്ലോർ ലെവലിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹം ഏറ്റവും കൂടുതലായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. ദെൻ മൂന്നാമതായിട്ട് ഫെയോളിനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് എടുത്തു പറയേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് യൂണിറ്റി ഓഫ് കമാൻഡ് എന്നാണ്. യൂണിറ്റി ഓഫ് കമാൻഡ്. എപ്പോഴും ഒരു സബോർഡിനേറ്റ് ഒരു സുപ്പീരിയറിൽ നിന്നും മാത്രമേ ഓർഡറുകൾ സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന് നമ്മൾ പറയുകയുണ്ടായി, അല്ലേ? ഒരാളെ ഉണ്ടാവാൻ പാടുള്ളൂ. യൂണിറ്റി ഓഫ് കമാൻഡ് ആണെങ്കിൽ നമ്മൾ അത് ടൈലറിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഒരു വർക്കർ 8 വ്യക്തികളിൽ നിന്ന്, 8 സൂപ്പർവൈസേഴ്സിൽ നിന്ന് അവരുടെ ഇൻസ്ട്രക്ഷൻസ്, അവരുടെ കമാൻഡുകൾ, ഓർഡറുകൾ സ്വീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഫങ്ഷണൽ ഫോർമാൻഷിപ്പിൽ ഒരു സൂപ്പർവൈസർ അല്ലെങ്കിൽ ഒരു വർക്കറെ 8 സൂപ്പർവൈസേഴ്സ് സൂപ്പർവൈസ് ചെയ്യുമ്പോൾ യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്ന പ്രിൻസിപ്പിളിൽ ഫെയോൾ പറയുന്നത് ഒരു സബോർഡിനേറ്റ് ഒരാളിൽ നിന്നും മാത്രമേ ഓർഡറുകൾ സ്വീകരിക്കാൻ പാടുള്ളൂ എന്നുള്ള രീതിയിലുള്ള ആ ഒരു വ്യത്യാസം നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദെൻ അപ്ലിക്കബിൾ യൂണിവേഴ്സലി. ഫെയോളിൻ്റെ പ്രിൻസിപ്പിളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് യൂണിവേഴ്സലി അപ്ലിക്കബിൾ ആണ്. എവിടെ ഒരു ജനറൽ മാനേജ്മെൻ്റ് ആണ്. ഏത് ടൈപ്പ് സ്ഥാപനങ്ങളായിരുന്നാലും അല്ലെങ്കിൽ ഏത് ലെവലിലുള്ള കാര്യങ്ങളായിരുന്നാലും, മാനേജ്മെൻറ്റ് ഏത് ലെവലിലായിരുന്നാലും, ഏത് ടൈപ്പ് സ്ഥാപനങ്ങളായിരുന്നാലും ഒക്കെ നമുക്കത് ജനറൽ പ്രിൻസിപ്പിൾസ് ആയതുകൊണ്ട് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണെങ്കിൽ അപ്ലിക്കബിൾ ടു സ്പെഷ്യലൈസ്ഡ് സിറ്റുവേഷൻസ് ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓരോ പ്രിൻസിപ്പിൾസും ഓരോ സ്പെഷ്യലൈസ്ഡ് സിറ്റുവേഷനിൽ മാത്രം അപ്ലൈ ചെയ്യാവുന്ന പ്രിൻസിപ്പിളാണ് FW ടൈലറിൻ്റെ പ്രിൻസിപ്പിളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ദെൻ ഇത് ഫെയോളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇത് പ്രിൻസിപ്പിൾസൊക്കെ തന്നെ ഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസ് ഫ്രം പേഴ്സണൽ എക്സ്പീരിയൻസ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന്, അദ്ദേഹം ജോലി ചെയ്ത സമയത്തുണ്ടായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണെങ്കിൽ, ഇവിടെ ഫ്രം ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ, വളരെ വ്യക്തമായിട്ടുള്ള ഒബ്സർവേഷനിലൂടെയും കണ്ടിന്യൂസ് ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റേഷനിലൂടെയും ഡെവലപ്പ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിളാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഏറ്റവും അവസാനമായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇവർ രണ്ടുപേരും എന്തിനെയാണ് എംഫസിസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. എംഫസിസ് ഓൺ ഇംപ്രൂവിങ് ഓവറോൾ അഡ്മിനിസ്ട്രേഷൻ. ഫെയോളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏറ്റവും കൂടുതലായിട്ട് എംഫസിസ് നൽകിയിട്ടുള്ളത്, പ്രാധാന്യം നൽകിയിട്ടുള്ളത് ഓവറോൾ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചാണെങ്കിൽ, FW ടൈലറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കൂടുതൽ എംഫസിസ് നൽകിയിട്ടുള്ളത് ഓൺ ഇൻക്രീസിങ് പ്രൊഡക്ടിവിറ്റി എങ്ങനെ ഇൻക്രീസ് ചെയ്യാമെന്നുള്ളതാണ്. ഇങ്ങനെ 6ഓളം പോയിന്റുകൾ വെച്ചുകൊണ്ടാണ് ഇവിടെ ഹെൻറി ഫെയോളിനെയും FW ടൈലറിനെയും നമ്മൾ കമ്പയർ ചെയ്തിട്ടുള്ളത്. ദെൻ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.